ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ട്രെസ്ലെches കേക്കൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാലിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് റെഡിയാക്കാവുന്നതാണ്. നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മധുരം നോക്കിയിട്ട് ആ ഒരു അളവിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവേർഡ് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്തയുടെ ഒരു ഫ്ലേവറിലുള്ള പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എസൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് മതിയാവും. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 4 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു വൈറ്റ് പാർട്ട് മാത്രം മതി. അപ്പോൾ അത് മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിൽക്കിൻ്റെ മിക്സിൽ നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തന്നെ 2 സൈഡും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നേരെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാൻ സെൻറ്ററിൽ ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ പീസ് ബ്രെഡ് കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ താഴെ തന്നെ ഇങ്ങനെ 2 സ്ലൈസ് ബ്രെഡ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ബ്രെഡൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 50 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം പൗഡറിന് പകരം നമുക്ക് ക്രീം എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്രീമാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അളവിലുള്ള ക്രീം എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഈ പൗഡറിലേക്ക് ഒരു 1/2 കപ്പോളം നല്ല തണുത്തിട്ടുള്ള പാലൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസും കൂടെ ചേർത്തിട്ട് വീണ്ടും ക്രീം നല്ല പോലെ തന്നെ ഒന്ന് സ്റ്റിഫായിട്ട് വരുന്ന വരേക്കും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം നല്ല പോലെ തന്നെ ഇവിടെ സ്റ്റിഫായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മേലെ ആയിട്ട് നമുക്ക് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഒരു നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രീം അതിൻ്റെ മേലെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ അത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്ന സമയത്ത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലെ ഒരു നോസിലും പൈപ്പിംഗ് ബാഗും വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ വീണ്ടും ബ്രെഡിൻ്റെ സ്ലൈസ് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മിൽക്കിൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബ്രെഡ് ഇതിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ ആകെ നമ്മൾ 2 ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ക്രീമും കൂടെ വരുമ്പോൾ അത്യാവശ്യം നല്ല ഒരു തിക്നെസ് ഉണ്ടായിരിക്കും ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ വീണ്ടും ഞാൻ ബ്രെഡിൻ്റെ ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ബാക്കിയുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല നോസിലൊക്കെ വെച്ചിട്ട് നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള ആ ഒരു ക്രീം കൊണ്ട് ചെറുതായിട്ടൊന്ന് ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് പിസ്തയുടെ എസൻസും കൂടെ ചേർത്തിട്ട് ക്രീം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇത് സെയിം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെ അതേ നോസിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ആ ഒരു സ്പേസും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു പുഡിങ്ങിന് നമ്മൾ ചെറുതായിട്ടൊരു ഡെക്കറേഷനും കൂടെ മേലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനിയിപ്പോൾ നോസിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഡയറക്റ്റ് ആക്കിയ ശേഷം ഒന്ന് ഇതുപോലെ തന്നെ ഡിസൈൻ ആക്കി കൊടുത്താൽ മതി, നന്നായിട്ട് തന്നെ വന്നോളൂ. അപ്പോൾ ക്രീം വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ചെറി കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്